അങ്ങനെ നേരെ കാണുന്നതാണ് പെഹൽഗാമിലെ മെയിൻ സിറ്റി. ഇതാണ് മെയിൻ സിറ്റി, മെയിൻ ടൗണ്. അപ്പോൾ ഇതാണ് ബൈസ്രം വാലിക്കുള്ള റൂട്ട്. അങ്ങനെ കുറച്ച് നേരത്തെ ആ ചെക്കൻ്റെ കുതിരയുടെ മൽപ്പിടുത്തത്തിന് ശേഷം ആ ചെക്കൻ കുതിരയുടെ മേലെ കയറിയിട്ട് ചീറിപ്പാഞ്ഞങ്ങ് പോയിട്ടാ. ഉണ്ടാക്കി കാണാണ്ട് ഞാൻ വിധിക്കാരിലെ ട്രിപ്പിലുള്ള ജോഗിനി വാട്ടർഫോളിൻ്റെ ആ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പടുത്തുമ്പോൾ 2 റൂട്ടുണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. ഇത് ഗസ്റ്റ് ഹൗസിലേക്ക് റൂട്ടാണ് എഴുതിയിട്ടുണ്ട്. ഭാഗ്യം ഏത് മൂട് പൊളി. വീഴേണ്ട സ്പോട്ട് കാണുന്നുണ്ട്. അടുത്ത റോഡൊക്കെ ഫുള്ള് കച്ചറ പീക്ക്. അവിടെ നമ്മളെന്ത് ചെയ്ത് മേലെ റൂട്ട് പിടിച്ച്, മേലത്തെ റൂട്ട് പിടിച്ച്. നാനേ നാനാ ഇരുപ്പ് വാഴിൽ സിരുത്ത് പോലെ ഏതോ മനസ്സിലേ അമ്മേ. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 34ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആര്യവരിയിലെ മുഴുവനും കാഴ്ച കണ്ട് അങ്ങനെ ഏകദേശം ഒരു 7 മണി 7:15 ആയപ്പോഴത്തേക്ക് നമ്മൾ ആര്യവലം തിരിച്ചിട്ടോ. സത്യത്തിൽ അവിടുന്ന് വരുന്ന സമയത്ത് നല്ല ടയർഡായിരുന്നു, കാരണം കുറേ യാത്രയും കാര്യങ്ങളും ചെയ്തുകൊണ്ടായിരിക്കണം. അങ്ങനെ റൂമിലെത്തി നല്ല രീതിക്ക് കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ ഒരു 7 മണി 7:45 ആ സമയത്ത് എഴുന്നേറ്റ് അങ്ങനെ ഇന്നത്തെ നമ്മൾ ടാർഗറ്റ് എങ്ങോട്ടാന്ന് വെച്ചാൽ ബൈസൺ വാലിലേക്ക് പോവുക എന്നതാണ്. അങ്ങനെ നമ്മുടെ ബൈസൺ വാലിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങാൻ കേട്ടോ. ഹലോ ഗൈസ്, എന്നാൽ നമ്മളെ യാത്രയുടെ 8ാമത്തെ ദിവസം ഇവിടെ തുടങ്ങുക കേട്ടോ. ശ്രീനഗറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പെഹൽഗാമിൽ നല്ല തണുപ്പാ, നല്ല വിചാരിക്കുന്ന പോലെ. പക്ഷെ ഇത് ബ്ലാങ്കറ്റ് ഒക്കെ അടിപൊളി കേട്ടോ, കിണ്ടൽ ബ്ലാങ്കറ്റ്, നല്ല തണുപ്പറിയപ്പെട്ടില്ല. അപ്പം നമ്മളെ 8ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം അവിടെ ഇവിടെയൊക്കെയാണുള്ളത്. ബുക്ക്, ചാർജർ, ഇതുകൊണ്ട് ഹൈസൊക്കെ ഉണ്ട് താഴെ കണ്ടായിരുന്ന. രാത്രി അങ്ങനെ തന്നെ വന്ന് ടയർഡായിരുന്നു, അങ്ങനെ തന്നെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മിക്കവാറും ഞാൻ ശ്രീനഗറിൽ റിട്ടേൺ പോകും. നമ്മളെ പെഹൽഗാമിൽ ഒരു ഏരിയ ഇങ്ങനെ മേറ്റുള്ളൂ, ബാക്കി ചന്തം വേണ്ട നല്ല ഹൈറ്റിലാണ്. അവിടെയൊക്കെ നമുക്ക് നടക്കത്തില്ല ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ ശ്രീനഗർ ഉച്ചയ്ക്ക് 3 മണിക്ക് നടത്തി ലാസ്റ്റ് വണ്ടി ശ്രീനഗർക്കല്ല, ഇവിടുന്ന് പെഹൽഗാം ടു അനന്ത്നാഗ് ടു ശ്രീനഗർ ഒരു 5-6 അവിടെ എത്തും. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു പോയിന്റ് ഉണ്ട്, അതും കൂടെ പോയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് 3 മണിക്ക് അങ്ങനെ നമ്മൾ ശ്രീനഗർക്ക് വണ്ടി പിടിക്കും. ഓക്കെ, എത്രയും പെട്ടെന്ന് പോകാൻ എത്രയും ബെറ്റർ വിചാരിക്കുന്നു. അറിയില്ല, നമുക്ക് അവിടെ പോയിട്ട് പിന്നെ നാളത്തെ പ്ലാന് അവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൂതുപത്രം മിക്കവാറും ക്യാൻസൽ അറിയില്ല, നിലവിൽ ഇപ്പോഴും അറിയില്ല എന്തെങ്കിലും അവസ്ഥ. അവിടെ പോയി നോക്കട്ടെ, ശ്രീനഗർ പോയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. മിക്കവാറും ഞാൻ കവർ ചെയ്യും ആ ഏരിയ, എന്തായാലും കവർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം എന്നാളൊരു ഇവിടെ ഒരു മൊയ്തീൻ എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, മൊയ്തീനിക്ക. പുള്ളി അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഫുള്ളായിട്ട് വരും യൂട്യൂബിൽ. അപ്പോൾ മൊയ്തീനൊക്കെ ഞാൻ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞ് ഒരു 5000 രൂപ കൊണ്ട് അങ്ങനെ ഇത്രയും കറങ്ങി അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് ദൂതുപത്രം അടിപൊളിയാണ്, നമ്മൾ ദൂതുപത്രം നമുക്ക് എന്തായാലും കവർ ചെയ്യണം. ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഞായറാഴ്ച നൈറ്റാണെങ്കിൽ റിട്ടേൺ ട്രെയിൻ, അതും കൂടെ കയറിയിട്ട് മൺഡേ രാവിലെ എത്തും. മുമ്പേ മറ്റൊരു ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ അതെന്തോ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം പ്ലീസ്. ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രയാണം തുടങ്ങുക കേട്ടോ. ഇവിടെ നല്ല ആളിപ്പോൾ
വിചാരിക്കുന്ന വല്ല കാലിൻ്റെ അട്ടി തൊട്ട് മുടി വരെ നടക്കുന്നുണ്ട്. സാറിന് ഗ്ലൗസ് ഒന്നും ഇടാത്തതാണ്, ഗ്ലൗസിൽ ഇട്ടിട്ട് അപ്പാടുള്ളത്. തണുപ്പ് റൂമിൻ്റെ ഈരിക്കടിയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ റൂം പൂട്ടി താക്കോലും കൊണ്ട് നമ്മളെ ബൈസൺ വാലികൾ യാത്ര തുടങ്ങി കേട്ടോ. സത്യത്തിൽ നിങ്ങൾ ഈ ക്ലൈമറ്റ് കാണുന്ന പോലെ കേട്ടോ, നല്ല തണുപ്പിച്ച് നല്ല തണുപ്പാണ്. സാധാരണ ഞാൻ ഹാൻഡ് ഗ്ലൗസും കാര്യങ്ങളും ഇടാത്തതാണ്, പക്ഷേങ്കിൽ ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ എന്തായാലും ഹാൻഡ് ഗ്ലൗസ് എനിക്ക് ഇടേണ്ടി വന്നു കേട്ടോ. മോനെ തണുപ്പ് എന്നൊക്കെ വെച്ചാല് എൻ്റെ മെയിൻ തണുപ്പ് അറിയോ. നമ്മൾ ഇന്നലെ ഇവിടെ പോയി, അവിടെ നിന്ന് പോയി ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. നമുക്ക് അടുത്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് തൂലിയൻ ലേക്ക് ഇല്ലേ, അത് ക്ലോസ്ഡാണ് തൂലിയൻ ലേക്ക്. പിന്നെ പെൽഗാം വാലി, ബൈസൺ വാലി നമ്മൾ കവർ ചെയ്യാൻ നിൽക്കുന്നത്, അതാണ് മിനി സിസർ വേണ്ട ബൈസൺ വാലി. അപ്പോൾ देखिएगा वाटरफॉल दिख रहा है, देखिएगा. ओके ठीक है. അങ്ങനെ നടന്ന് ആ തട്ടുകടയിലേക്ക് എത്തി. അവിടെ കയറാൻ നോക്കുമ്പോൾ തട്ടുകടക്കാരന് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ അവിടുത്തെ ആ ഇക്ക നമ്മൾ ഇന്നലെ എവിടെയൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അവിടെ നിന്ന് ഒരു ബ്രെഡ് ഓംലേറ്റും ചായയും കുടിച്ച ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പ്രയാണം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബൈസൺ വാലി കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് अजी इधर बाइसरम वाली कैसे जाएगा? बाइसरम वाली पैदल कहाँ जाओगे? पैदल जाएगा. अभी उधर तक छोड़ दिए मुझे. यही रास्ता है. हाँ ठीक है, अब जाइए. रेनकोट है साथ में? रेनकोट नहीं, देखने पड़ेगा. तो मेन भंगी से कुदर का അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബൈസൺ വാലി കേട്ടോ. റൂട്ട് റൂട്ടിലേക്ക് നമ്മൾ നേരെ കാണുന്നതാണ് പെഹൽഗാമിലെ മെയിൻ സിറ്റി. ഇതാണ് മെയിൻ സിറ്റി, മെയിൻ ടൗണ്. അപ്പോൾ ഇതാണ് ബൈസൺ വാലിക്കുള്ള റൂട്ട്. ഓക്കെ, ഏകദേശം 4-5 കിലോമീറ്ററിന് അടുത്തുണ്ട്. നമുക്ക് പാട്ടും പാടി ഡാൻസ് കളിച്ച് മെല്ലെ മെല്ലെ നടക്കാം. ഏകദേശം അരമണിക്കൂറാണ് നടക്കാൻ കാണിക്കുന്നത്. നമുക്ക് എന്താ അവസ്ഥ എന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. ഓക്കെ, നടന്നു പോകുമ്പോൾ ഇങ്ങനത്തെ കാഴ്ച കാണുന്നുണ്ട്, അതിനേക്കും ഭംഗി. അപ്പോഴത്തേക്ക് വണ്ടി പോകുമ്പോൾ കാണാൻ പറ്റില്ലേ, അങ്ങനെയല്ല. എന്നാലും നമുക്ക് ഇന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും കുറച്ചൊരു ആക്സസിബിൾ ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞു 2 കപ്പിൾസിനെ കണ്ടു, 2 കപ്പിൾസിനെ കണ്ടു പറഞ്ഞില്ല, 2 ആൾക്കാരെ. അപ്പോൾ ഞാനങ്ങനെ ബേട്ടാവിലേക്ക് നടന്നിട്ട് പോയെന്ന് പറഞ്ഞു. ഒരു അത്ഭുതം, ഇതെങ്ങനെ നടന്നു പോയി അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു മനസ്സുണ്ടെങ്കിൽ, ഞാൻ എല്ലാവരും പറയുന്ന കാര്യമാണ്, മനസ്സുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഒരു കാര്യം നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് നടപ്പാക്കാനും നമ്മൾ തീവ്രമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും പറ്റും. എന്താ പറയണ്ടേ, ഈ അവസരത്തിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, വിഷ്ണു ജി എസ് എന്ന പേര്. ഞാനൊക്കെ ഞാനൊക്കെ എൻട്രൻസ് കോച്ചിങ് പോയിരുന്നു പ്ലസ് 2 കഴിഞ്ഞിട്ട്. പ്ലസ് 2 എൻട്രൻസ് കോച്ചിങ് പോയിരുന്നേ. ആ കാലത്ത് ഇവൻ എന്ത് PSC നിന്നും നടക്കിയിരുന്നു. അങ്ങനെ എക്സാം എഴുതി ഒന്നും കിട്ടാതെ അങ്ങനെ 2 കൊല്ലം മുന്നേ CP എക്സാം എഴുതി അവൻ അതിൻ്റെ ലിസ്റ്റിൽ വന്ന്. അപ്പോൾ ഫിസിക്കൽ എഴുതി നോക്കുമ്പോൾ 8 5 അങ്ങനെ പാസ്സാവണം, അങ്ങനെ എന്തോ പരിപാടി കറക്റ്റ് അറിയില്ല. അങ്ങനെ 8 5 തന്നെ. അതിൻ്റെ 4 പാസ്സായി. ഹൈ ജമ്പ് ചാടുന്ന സമയത്ത് ഒരു കാല് തട്ടിപ്പോയിട്ട് എന്തായി, വീണുപോയി. എന്താ പറയുക, ഇപ്പോൾ ഫെയിൽ ടെസ്റ്റ് പൊട്ടിയവേ. അത് കഴിഞ്ഞ് ഇതിപ്പോൾ 2 മാസം മുന്നേ നോക്കുമ്പോൾ എന്താ പറയുക, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ, റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ 2nd റാങ്ക്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ വന്നു, അതിന് 12 റാങ്ക്. 12 ആയിക്കോ ഓർമ്മയില്ല, 12 റാങ്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിപ്പോൾ അവനോട് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടാവും, എടാ നിർത്തിക്കോ, എന്തിനാ നോക്കുന്നത്. പക്ഷേ അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്, അങ്ങനെ പ്രയത്നിച്ചതുകൊണ്ട് അവനിപ്പോൾ 2 കിട്ടി. ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ വരുന്ന സമയത്തൊക്കെ നിയമനമൊക്കെ ഉണ്ടാവുക. എന്തായാലും കുറച്ച് ടൈം പിടിക്കും. എന്തായാലും അവൻ്റെ ഒരു സന്തോഷമുണ്ട്, കാരണം ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ മിഥുൻ, ശ്യാം, ആനന്ദ്, ഉരുളി, ആദർശ്,
അഭിരാമൻ ഒരു ഗ്യാങ് ഉണ്ട്. എല്ലാവരും അത്യാവശ്യം പണിയായി. ശിവന് മാത്രം ഒന്നും ആവാതിരുന്നത്. അപ്പോൾ അവനും കൂടെ കിട്ടിയപ്പോൾ ഹാപ്പിനെസ് എന്തായാലും പൊളിച്ചടാ. ഈ അവസ്ഥ പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ ഈ യാത്ര തന്നെ കുറേ ആൾ ഈ യാത്ര സ്പിതി യാത്ര എന്ന് പറഞ്ഞേ മോനൊക്കെ പോകാൻ പറ്റൂലാണ്. പക്ഷേങ്കിൽ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് അവസാനം എന്തോ അത് സെറ്റായി. അതുപോലെ തന്നെയാണ് എന്തായാലും പോകുന്നുണ്ട്. ഇങ്ങനെ പോട്ടെ. ഓക്കെ പീസ്. ഓക്കെ മേളിട്ട് പോട്ടെ. കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ കഥയും പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ഒരു ചെക്കൻ കുതിരയുടെ മേലെ അഭ്യാസം ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നീട്ടി വലിച്ചൊക്കെ നടന്നിട്ടാ. അങ്ങനെ നമ്മൾ നടന്ന് ആ കുതിരയുടെ ആ ചെക്കൻ്റെ അടുത്തെത്തിയപ്പോൾ ചെക്കന് ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ്. കൂടാതെ ആ കുതിരയും കുറച്ചൊന്ന് മുടയാണ് കേട്ടോ. ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുന്നുണ്ടെങ്കിൽ പോലും ശരി കുതിര നിന്നു കൊടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് നേരത്തെ ആ ചെക്കൻ്റെ കുതിരയുടെ മൽപ്പിടുത്തത്തിന് ശേഷം ആ ചെക്കൻ കുതിരയുടെ മേലെ കയറിയിട്ട് ചീറിപ്പാഞ്ഞങ്ങ് പോയിട്ടാ. ചീറിപ്പാറി പോകുന്നുണ്ട്. അങ്ങനെ ആ ചെക്കനും കുതിരയും പോയ ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി കേട്ടോ. ഈ ബൈസറൻ വാലിലേക്ക് മെയിനായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുതിരൻ്റെ മേലെ കേട്ടോ പോവാ. അപ്പോൾ കണ്ടോ ഇടയ്ക്ക് കുതിര മേലെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നലെ ബേട്ട വല്ലിലേക്ക് പോയപ്പോഴും ആര് വല്ലിലേക്ക് പോയപ്പോഴും വഴി നിറയെ ഹായ് ബേട്ടാ പോയപ്പോഴും വഴി നിറയെ വണ്ടികൾ. പക്ഷെ ഇവിടെ വണ്ടികൾ കാണുന്നില്ല. നമ്മുടെ മൂക്കിടക്ക കുതിരകൾ കടന്നു കടന്നു പോകുന്നു. അറിയില്ല, എനിക്ക് തോന്നുന്നിപ്പോൾ രാവിലെ ഇപ്പോൾ ഇവിടെ മൈനസ് അല്ല 0 ഇപ്പോൾ കറക്റ്റ് 0 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ ഇപ്പോൾ ഉള്ള. അങ്ങനെ പറയണ്ടേ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരുന്നേ ഉണ്ടാവുള്ളൂ. തണുപ്പല്ലേ. ഏകദേശം 8 മണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 മണിയില്ല 9 മണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഉടുക്ക തണുപ്പായിരുന്നു അമ്മേ. അങ്ങനെ കൊള്ളാം അല്ലേ. കുറേ നടക്കാനുണ്ട്. അത്ര ഭംഗിയാണ് ഈ ലോകം എന്നല്ല, ഈ ഭൂമി അത്രയ്ക്ക് ഭംഗിയാണിത്. ഓരോ ഇത്രയ്ക്കും നല്ല സംഭവങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് കാണാണ്ട്. ഞാൻ സ്പിതി വലിയ ട്രിപ്പിലുള്ള ജോഗിരി വാട്ടർഫോളിൻ്റെ ആ ഇതിൽ പറയുന്നുണ്ട്, ഇത്രയ്ക്കും വലിയ സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കണ്ട് മേലെ പോയ മൂപ്പർക്ക് എന്തായാലും സെഡ് ഉണ്ടോ മൂപ്പര്, എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് വലിയ യാത്ര പോകണമെന്നില്ല. അടുത്തടുത്ത സ്ഥലങ്ങളുണ്ട്, നമ്മൾ അറിയാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. തുമ്പപ്പൂക്കൾ തൂണാണേ കക്ക പൊൻവാതിൽ വെള്ളിത്തിങ്കളാകുന്നു പൊന്നിൻ ചാലകം പൂത്ത നക്ഷത്രം മേലെ മേഞ്ഞ മേലാപ്പായ് ചായം പൂശിയെന്നും സന്ധ്യാ കുങ്കുമം. സോളോ റൈഡിൽ എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഒറ്റയ്ക്കാണല്ലോ, നമ്മൾ സോളോ ഒറ്റയ്ക്കാണല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈമാണ്, നമ്മളാണ് രാജാവ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ടാക്സി പോയി വെച്ചോ, അവിടെ പോയി ടാക്സിക്കാർ വിളിയോടിയായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇന്ന് പോയി 2 ദിവസം അവിടെ നിന്നാലും ആരും ചോദിക്കാനില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ സോളോ റൈഡ് ചെയ്യുമ്പോൾ ടൈം ഒരു വിഷയമല്ല. എന്താണ് ഒരു മാർജിൻ്റെ ഉള്ളിൽ നമ്മൾ പെടത്തില്ല. പണ്ട് സെറ്റ് അടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റ് വരയ്ക്കുന്നത്, അങ്ങനെ സെറ്റ് നമ്മൾ പെടത്തില്ല. അതുകൊണ്ട് സുഖം. പിന്നെ സിംഗിൾ ആയതുകൊണ്ട് അത് വിളിക്കത്തുമില്ല, അവിടെ ചോദിക്കുകയും വേണ്ട, അവിടെ മെസ്സേജ് അയക്കുകയും വേണ്ട. സുഖം, സുന്ദരം, സമാധാനം. അങ്ങനെ നമ്മൾ നടന്ന് ഒരു സ്ഥലത്തെത്തിട്ടോ. അവിടെ നോക്കുമ്പോൾ 2 വഴിയുണ്ട്. ഒന്ന് മേലോട്ടേക്കുള്ള വഴിയുണ്ട്, അതുപോലെ തന്നെ ഒന്ന് യൂട്ടേൺ അടിച്ച റൂട്ടും ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ 2 റൂട്ടുണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. ഇത് ഗസ്റ്റ് ഹൗസിലേക്ക് റൂട്ടാണ് എഴുതിയിട്ടുണ്ട്. ഭാഗ്യം എന്താ എഴുതിയിട്ടുണ്ട്, ഇത് ട്രക്കിൻ്റെ ആണ്. ഹിമാലയൻ പൽഗാം ടു ബൈസറൻ ട്രക്കിങ് എന്താ സംഭവം ഉണ്ട്. ട്രക്കിങ് റൂട്ടാണെന്ന് തോന്നുന്നുണ്ട്. നേരെ പോന്നെ മനസ്സുണ്ട് കാണാൻ കേട്ടോ. അടുത്തുള്ള നല്ല ബൂട്ട് വാങ്ങണം. ഇന്ന് കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ ഉണ്ട് കുറച്ച് ചളിയേ
കുറച്ച് നല്ലതുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. ഇവരെ പോയി കഴുകി വെച്ചാലൊക്കെ നല്ല കുറച്ച് ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ബൂട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിരുന്നു. അത്ര തന്നെ യാത്ര തുടരുകയാണ്. ചെറിയ അരുവി കിട്ടും ഇവിടെ. ഏത് മൂട് പൊളി. അവിടെ നമ്മളിങ്ങനെ വെള്ളം കുടിച്ച് നമ്മളെ യാത്ര തുടരുകയാണ്. ഏത് മൂട് അറിയോ? ശരിക്കും വെള്ളം നല്ല റിഫ്രഷായി. എന്തൊരു സുഖം. അവിടെ നടക്കുന്നത് ഒന്ന് ഇതൊരു 4 കിലോമീറ്റർ നടക്കാം കേട്ടോ. അത് നമുക്ക് അവിടെ എത്തും. ചളി കട്ട ചളി കുടുങ്ങി. വീഴേണ്ട ഒരു സ്കോപ്പ് കാണുന്നില്ല. നല്ല കച്ചറ റോഡ് വരെ കിട്ടീരം കച്ചറ. താഴത്തെ റോഡൊക്കെ ഫുള്ള് കച്ചറയാ, കച്ചറ പീക്ക്. അവിടെ നമ്മളെന്ത് ചെയ്ത് വേറെ റൂട്ട് പിടിച്ച്, മേലത്തെ റൂട്ട് പിടിച്ച്. ഇത് വലിയ കുഴപ്പമില്ല. മേലത്തെ റൂട്ടാകുമ്പോൾ നല്ല നടന്നാലും പഴുക്കലുണ്ട്, പക്ഷേ കമ്പില്ലേ മെല്ലെ മെല്ലെ പിടിച്ച്. പിന്നെ ചെടി കണ്ടില്ലേ, ചെടിയൊക്കെ പിടിച്ച് മെല്ലെ മെല്ലെ നടക്കാം. കൊള്ളാം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നടന്ന് പോവാം. മുടേശാണ് പ്രദേശം. കൈ പോയി. എടാ ഇവിടുന്ന് പറഞ്ഞ നല്ല കച്ചറ മോനെ നോക്കി കണ്ട് പോണേന്ന്. ഇവിടെ മരണ്ട്. അമ്മേ അമ്മച്ചി കത്തോളണേ അമ്മേ. നമ്മളെ കടവ് കഴിഞ്ഞു. ഈശ്വര, ഓ പൊളി തന്നെ. ഏറ്റവും ഇവിടെ വണ്ടി പോകുന്നില്ലെന്ന് തോന്നുന്നുണ്ടാ, കാരണം ഇത്രയും കച്ചറയായിട്ട്. നോക്കാം പോവന്നെ. നുഴഞ്ഞു കയറി പോകുന്ന കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു അപ്പുറത്തോട്ടേക്ക്. ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. ഉണ്ടാവില്ലേ இருக்காலினிடையிலே ஒரு பூர்த்தியாய் வாழ்க்கை போதுமடடா இருந்தாலும் ஞாபகம் தீண்ட போதுமடடா நானே நானா இருப்பு வாழில் நீ சிரித்து போதே ஏதோ മനസ്സിലേ. അമ്മേ ചളിയാണ് കഴിച്ചത്. നമുക്ക് നടക്കുക സ്പീഡിൽ. അവിടെ ചിലപ്പോൾ ചളിയൊന്നും ഇല്ലെങ്കിൽ നമ്മളവിടെ എത്തിയിട്ടുണ്ടാവുമായിരുന്നു. ഓക്കെ, ചുറ്റുപാട് നോക്കിയേ, രസാ.